നമസ്കാരം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒ പിയിൽ ഒരു 17 വയസ്സുള്ള ഒരു പെൺകുട്ടി കടന്നു വന്നു. അതിൻ്റെ വിഷമം, അതായത് മുടി കൊഴിയുന്നുവെന്ന് മാത്രമല്ല, വരുന്ന മുടി താഴോട്ട് വളരുന്നുമില്ല എന്നാണ് അത് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള അവസ്ഥകൾ ഈയിടെയായിട്ടാണ് ഞാൻ കൂടുതലായിട്ട് കാണുന്നത്. കംപ്ലീറ്റ് മുടി കൊഴിഞ്ഞു പോയിട്ട് വരുന്ന മുടി മുഴുവൻ നരച്ചത്. അത് എത്ര വയസ്സുള്ള കുട്ടിയാണെന്ന് അറിയാം? വെറും 19 വയസ്സുള്ള കുട്ടിയാണ്. അതോടൊപ്പം ഈ നല്ല നീണ്ട മുടിയായിരുന്നു, അത് കംപ്ലീറ്റ് കൊഴിഞ്ഞു പോയിട്ട് വന്നത് ചുരുണ്ട് മുകളിലേക്ക് കയറിപ്പോകും, താഴോട്ട് വളരുന്നില്ല. ഇങ്ങനെയുള്ള കുറേ വളരെ അസ്വാഭാവികമായ ലക്ഷണങ്ങൾ മുടി വളർച്ചയിൽ കാണുന്നുണ്ട്. മുടി വളരുകയല്ല, തളരുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും വീണ്ടും ഈ മുടിയുമായി ബന്ധപ്പെട്ട കുറേ വീഡിയോസ് ഞാൻ ചെയ്യുന്നത്. ഇതിന് കൂടുതൽ ആവശ്യക്കാരുണ്ട് എന്ന് തന്നെയും എനിക്കറിയാം. മാത്രമല്ല, ഞാനിപ്പം ഈ ഒരു 4-5 വർഷമായിട്ട് ഇങ്ങനെ വരുന്ന എനിക്ക് തോന്നുന്നത് ഒരു 95% ഓഫ് എൻ്റെ കേസസും സക്സസ്ഫുൾ ആവുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ബേസിക്കായിട്ടുള്ള കാരണം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ മാർക്കറ്റിലുള്ള കെമിക്കൽസ് ഒന്നും ഞാൻ കൊടുക്കാറില്ല. ഈ കെമിക്കൽസിൻ്റെ ഇൻ്റർവെൻഷനാണ് എല്ലാത്തിനും. ഈ മുടി കൊഴിച്ചിലിന് കാരണം തന്നെ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ കൊറോണ ഒരു വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞെങ്കിലും ആ കൊറോണ ആക്ടിങ് ആസ് എ ടോക്സിൻ ഇൻ യുവർ ബോഡി, നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ മാറ്റിമറിക്കാൻ പര്യാപ്തമായ ചില ടോക്സിൻസ് കൊറോണയിലൂടെ നമ്മുടെ ശരീരത്തിൽ കയറി. ആ ടോക്സിൻസാണ് ഇതിൻ്റെ പിന്നിൽ കിടന്ന് കളിക്കുന്നതെന്നുള്ള ഒരു യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ കംപ്ലീറ്റ് നാച്ചുറലായിട്ട്, ഈവൻ നമ്മൾ ഷാമ്പു ആവട്ടെ, ഹെയർ ഓയിലാവട്ടെ, 1% പോലും അതിനകത്ത് കെമിക്കൽസ് ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. കൂടാതെ ഹെയർ പാക്ക് അതുപോലെ പ്യുവർ ആൻഡ് നാച്ചുറൽ, നമ്മുടെ പ്രകൃതിയിലുള്ള എല്ലാ ഭക്ഷണ സാധനത്തിൽ നിന്നുമാണ് നമ്മൾ ഹെയർ പാക്ക് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഇന്ന് വേറൊരു കുട്ടി വന്നിട്ട് പറഞ്ഞു, മാഡം ഞങ്ങൾ ആ ഓയിൽ തയ്യാറാക്കി തലയിൽ പുരട്ടിയതേ ഉള്ളൂ, നല്ല റിസൾട്ടുണ്ട്. അപ്പം പലരും പല രീതിയിൽ പറയാറുണ്ട്. റിസൾട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ചിലർക്ക് വളരെ ഫാസ്റ്റായിട്ട് വരും, ചിലർക്ക് കുറച്ചുകൂടെ താമസിക്കുമെന്ന് മാത്രം. അപ്പോൾ മുടി കൊഴിച്ചിലിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുന്നതുപരി അതിലുപരി വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. മുടി കൊഴിച്ചിലെന്ന് പറയുമ്പം ഓൾ ഓൺ എ സഡൻ അത് കൊറോണ കൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വെള്ളത്തിലടങ്ങിയിരിക്കുന്ന ക്ലോറിനും അതുപോലെ തന്നെ ഫ്ലൂറൈഡ്, അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഷാമ്പൂവിൽ അടങ്ങിയിരിക്കുന്ന സോഡിയം ലോറൈൽ സൾഫേറ്റ്. ഏറ്റവും കൂടുതൽ മുടി കൊഴിച്ചിലിന് സഹായകരമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് കഴിയുന്നത് നിങ്ങൾ ഇങ്ങനെ അത് വാങ്ങുമ്പം ഷാമ്പൂവിൻ്റെ ബാക്കിൽ ഇത് സോഡിയം ലോറൈൽ സൾഫേറ്റ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് വാങ്ങരുത്. ഇപ്പോൾ ക്ലോറിനേഷൻ ഉള്ള വെള്ളമാണ് ഇപ്പോൾ ഉള്ളത്. മാത്രമല്ല, ഇപ്പോൾ ക്ലോറിൻ ഇല്ലാത്ത കിണറ്റിലെ വെള്ളത്തിലോ എന്തെല്ലാം വിഷമാണ്. കംപ്ലീറ്റ് നമ്മളെ മണ്ണ് മുഴുവനും ഇതായിപ്പോയില്ലേ, ടോക്സിഫൈഡ് ആയിപ്പോയില്ലേ. അപ്പോൾ അതിനകത്തുള്ള വിഷവസ്തുക്കളൊക്കെ ഈ വെള്ളത്തിലൂടെ കിണറ്റിലെ വെള്ളത്തിലാണെങ്കിലും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഹെയർ സ്പ്രേയോ അങ്ങനെയുള്ളതിനകത്തുള്ള ആൽക്കഹോൾ കണ്ടൻറ്റ്, അതും നമ്മളുടെ മുടിക്ക് ഹാനികരമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ നമ്മളുടെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ബയോട്ടിൻ ഏറ്റവും നമ്പർ 1 ആയിട്ട് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. പിന്നെ ഹെയർ ഫോളിക്കിളിന് വേണ്ടിയിട്ട് അതിൻ്റെ ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും, അതായത് പ്രോട്ടീൻ, ബയോട്ടിൻ ഒരു ടൈപ്പ് ഓഫ് ഇതാണ്. അതോടൊപ്പം തന്നെയാണ് നമുക്ക് വേണ്ട എല്ലാ മിനറൽസും വൈറ്റമിൻസും പോളിഫിനോൾസും ഫ്ലേവനോയിഡ്സും എല്ലാം തന്നെയും മുടിക്ക് കൊടുക്കണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസിലും അതിനെക്കുറിച്ച് വളരെ ഡിസ്ക്രിപ്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. മുടി വളർച്ച 1 മാസത്തിൽ തെളിവുകൾ സഹിതം. പിന്നെ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് വേറൊരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു, കറിവേപ്പിലയും മുരിങ്ങയിലയും ഒക്കെ ചേർത്തിട്ടുള്ള ഹെയർ പാക്ക്. എക്സലൻ്റ് ആണ് ഇതൊക്കെ. നിങ്ങൾക്ക് ഒരു ചിലവുമില്ലാതെ, ഒരു പൈസയും വേണ്ട, വീട്ടിനകത്തുള്ള മുരിങ്ങയിലയും കറിവേപ്പിലയും ഇത്തിരി ഗ്രാമ്പു പൗഡറും ഒക്കെ ചേർത്തിട്ടുള്ള വളരെ സിമ്പിൾ ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള ഹെയർ പാക്സാണ് നമ്മൾ ഇതിലൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടംപോലെ നിങ്ങൾക്ക് റെഫർ ചെയ്താൽ കിട്ടും. ഡോക്ടർ ലളിത അപ്പുക്കുട്ടൻ ഹെയർ പാക്ക് ഇട്ടാൽ മതി, വളരെ കൂടുതലുണ്ട്. പിന്നെ എല്ലാവർക്കും ഒരേപോലെ എല്ലാം എഫക്റ്റീവ് ആവണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെറൈറ്റി ഓഫ് ഹെയർ പാക്സ് നമ്മൾ തയ്യാറാക്കി നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഹെയർ പാക്കും കുറച്ച് നല്ല വ്യത്യസ്തത ആർന്ന ഒരു ഹെയർ പാക്കാണ്.
അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്പർ 1 ആയിട്ട് അന്നത്തെ പോലെ മുരിങ്ങയിലയുണ്ട്. മുരിങ്ങയിലയും കറിവേപ്പിലയും കൂടെ ഒരുമിച്ച് അരച്ചത് തന്നെ പ്രധാനമായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ അതിനോടൊപ്പം 2 ഇൻഗ്രീഡിയൻസ് സ്പെഷ്യലായിട്ടുണ്ട്. ഒന്ന് ക്യാരറ്റിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഒന്ന് ഒരു അര ക്യാരറ്റ് എടുത്താൽ മതി. ഒന്ന് ഉരച്ചിട്ട് അതൊന്ന് പിഴിഞ്ഞെടുത്താൽ മതി. വേണമെങ്കിൽ ചെറിയ മിക്സിയിലൊന്ന് അടിച്ച് ഇത്തിരി വെള്ളവും ചേർത്ത് അടിച്ച് എടുക്കാം. പിന്നെ ഒരു ടൊമാറ്റോ, തക്കാളി ഒരെണ്ണം അടിച്ചത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗ്രാമ്പൂ പൗഡർ, 1 ടേബിൾ സ്പൂൺ ഗ്രാമ്പൂ പൗഡറുണ്ട്. അടുത്തത് മുട്ടയാണ്. ഒരു മുട്ട. പിന്നെ കോഫി പൗഡർ. ഇത് നേരത്തെ ഒരു കോമൺ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത് മൂന്നും. ഇതിനോടൊപ്പം മറ്റുള്ള ഇൻഗ്രീഡിയൻസും കൂടെ കൂട്ടി വെച്ചിട്ടാണ് നമ്മൾ പുതിയ ഹെയർ പാക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് മുരിങ്ങയിലയും കറിവേപ്പിലയും കൂടെ അടിച്ചത്. ഇപ്പം ഒരു കൈപ്പിടി മുരിങ്ങയിലയും ഒരു കൈപ്പിടി കറിവേപ്പിലയും കൂടെ എടുക്കാം. കറിവേപ്പിലയൊക്കെ ഹെയർ ഗ്രോത്തിന് തന്നെ ഏറ്റവും സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ കലവറയാണ്. അതുപോലെ തന്നെയാണ് മുരിങ്ങയിലയും. ഇതിനകത്ത് നിറയെ അമൈനോ ആസിഡ്സ് ഉണ്ട്, അതായത് പ്രോട്ടീൻ ഉണ്ട് മുരിങ്ങയിലയുടെ ഇലയിൽ. വളരെ കൂടുതൽ ഇലകളിൽ അങ്ങനെ പ്രോട്ടീൻ കൂടുതലായിട്ട് കാണാറില്ല. ഇത് അതിന് തികച്ചും വ്യത്യസ്തതയാർന്ന ഇലയാണ് മുരിങ്ങയില. എല്ലാ ന്യൂട്രിയൻസിൻ്റെയും പവർ ഹൗസാണ്. കാൽസ്യം, അയൺ. ഇപ്പോൾ നമ്മൾ ഒഴിച്ചത് തക്കാളിയുടെ ചാറ്, പിന്നെ ഗ്രാമ്പൂ പൗഡർ 1 ടേബിൾ സ്പൂൺ എടുക്കാം. ഒരു തക്കാളി അടിച്ചതാണ്. അതുപോലെ ഇത് കോഫി ഒരു 2 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ ഒരു 10 ഗ്രാം കോഫി പൗഡർ. അത് സാധാരണയുള്ള കോഫി പൗഡർ തന്നെ എടുത്താൽ മതിയാവും. ഇനി മുട്ട. മുട്ടയ്ക്ക് പകരം പലർക്കും ഈ മുട്ടയുടെ മണം ഇഷ്ടമില്ല, മുട്ടയ്ക്ക് പകരം എന്ത് ചേർക്കാം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് പകരം തൈര് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഫ്ലാക്സ് സീഡ്, 1 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അതിൻ്റെ ജെല്ല് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം അങ്ങനെ 2 ഓപ്ഷൻസ് നമുക്ക് മുട്ട വേണ്ടായെങ്കിൽ ഉപയോഗിക്കാം. തൈര് ഒരു 30 ഗ്രാം തൈര് എടുക്കാം. 30 ml. തയ്യാറാക്കുന്നത് എത്ര എളുപ്പമാണ്. ഇങ്ങനെ തയ്യാറാക്കി കഴിഞ്ഞാൽ നമ്മളിപ്പം നിങ്ങളുടെ മുടിയുടെ അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഒത്തിരി കൂടുതൽ മുടിയുണ്ടെങ്കിൽ ഇത് മുഴുവനും വേണ്ടി വരും. അതല്ലെങ്കിൽ ബാക്കി എടുത്തിട്ട് ഫ്രിഡ്ജിൽ ചിൽട്രയിൽ ഇട്ടേച്ചാൽ മതി. അവിടെ കിടക്കും, ഒരു കുഴപ്പവും വരില്ല. ഉപയോഗിക്കേണ്ട രീതി, ആദ്യം നമ്മളെ നേരത്തെ ഞാൻ പറയുന്ന എൻ്റെ ഒനിയൻ ഓയിൽ ഓർമ്മയുണ്ടല്ലോ, അതായത് ഒരു 200 ml വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിലിനകത്ത് ഒരു 30 ഗ്രാം ടീ പൗഡർ തേയിലപ്പൊടിയും ഒരു 50-60 ഗ്രാം സവാള അരിഞ്ഞതും കൂടെ ഇട്ട് വെച്ച് 21 ദിവസം ഇട്ട് വെച്ച് ഒരാഴ്ച കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം. 21 ദിവസം കഴിഞ്ഞിട്ട് അതെടുക്കണം. എടുത്ത് അത് അരിച്ചെടുത്തിട്ട് നമ്മൾ തലയിൽ പുരട്ടുക. തലയിൽ ആഴ്ചയിൽ 1-2 ദിവസം പുരട്ടിയാൽ മതി. എന്നും എണ്ണ പുരട്ടേണ്ട ആവശ്യമില്ല. നന്നായിട്ട് മസാജ് ചെയ്യുക, അരമണിക്കൂർ. മസാജ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കേണ്ടതാണ് ഈ ഹെയർ പാക്ക്. ഈ ഹെയർ പാക്ക് പല രീതിയിലുള്ള ഹെയർ പാക്ക് പലതും പല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഷാമ്പു ഉപയോഗിക്കുന്ന ഓർഗാനിക് ഷാമ്പു ആയിരിക്കണം. അതിനകത്ത് ഈ പറഞ്ഞ സോഡിയം ലോറേൽ സൾഫേറ്റ് അടങ്ങിയത് ആവാൻ പാടില്ല. അത് കംപ്ലീറ്റ് മുടിയെ ഇല്ലാണ്ടാക്കും. അപ്പോൾ അങ്ങനെ അതേ രീതിയിൽ ആഴ്ചയിൽ 1 ദിവസം ചെയ്യുക. ഭക്ഷണങ്ങളൊക്കെ നന്നായിട്ട് പോഷകപ്രധാനമായത് കഴിക്കുക. പിന്നെ ടെൻഷൻ കുറയ്ക്കുക, നന്നായിട്ട് ഉറങ്ങുക, സ്ട്രെസ് ഫ്രീ ലൈഫ് അത് ഏറ്റവും പ്രധാനം. പ്രാക്ടീസ് യോഗ, മെഡിറ്റേഷൻ, ഡീപ്പ് റിലാക്സേഷൻ, അതുപോലെ തന്നെ പ്രാണായാമം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ സ്ട്രെസ് ഫ്രീ ലൈഫും അതുപോലെ എന്താ പറയുക, ഉറക്കത്തിൻ്റെ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 7 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങണമെന്നാണ്. എങ്കിൽ മാത്രമേ കംപ്ലീറ്റ് റീജുവനേഷൻ നമ്മുടെ ശരീരത്തിന് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കി
പിന്നെ vitamin D3 കുറവുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ തൈറോയിഡ് പ്രോബ്ലംസ്, തൈറോയിഡ് എന്ന് പറയുമ്പോൾ ഹൈപ്പോതൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം, ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ഇവയൊക്കെ ഉണ്ട് എങ്കിൽ മുടി കൊഴിച്ചിൽ വളരെ കൂടുതലായിരിക്കും. അതോടൊപ്പം തന്നെയാണ് മറ്റുള്ള എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ലൈക്ക് പ്രമേഹം, അതുപോലെ ഹൃദ്രോഗം, BP, അമിത രക്തസമ്മർദ്ദം, അതുപോലെ ഫാറ്റി ലിവർ, അമിത വണ്ണം, ഇവയെല്ലാം മുടി കൊഴിച്ചിലിന് വളരെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. അവയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കൂടെ നമ്മൾ ടാക്കിൾ ചെയ്യേണ്ട രീതിയിൽ വേണം നമ്മൾ ചികിത്സ കൊണ്ടുപോകേണ്ടത്, ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിലൂടെ. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.